ദിവസമായിട്ട് ഇങ്ങനെ ഒരു ഹലോ ഗൈസ് കേട്ടിട്ട് നിങ്ങൾ എന്നെ മിസ് ചെയ്തു ഗൈസ്. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിലേക്ക് ഇപ്രാവശ്യം ലീവിന് പോയപ്പോൾ എന്താക്കി അറിയാം, കുഞ്ഞാനും കൂട്ടിയിട്ട് നേരെ ടൗണിലേക്ക് പോയേ, വെറുതെ കറങ്ങാൻ വേണ്ടി പോയതാട്ടോ. അപ്പം നോക്കുമ്പോൾ നമ്മളെ മഴ ചതിച്ച്. ഇവിടെ ഇത്ര തിരക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാപ്പി 7 ഡേയ്സിൽ സാറ്റർഡേസും സൺഡേസും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അങ്ങനത്തെ നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയുള്ള ആൾക്കാർ വന്നും കൂടി ടൗൺ ഫുള്ള് ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്താക്കിയെന്ന് അറിയാം, എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാന്ന് വെച്ചിട്ട് പോകുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുഞ്ഞാവൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ തീരെ കളക്ഷൻ ഇല്ല, നമുക്ക് കളക്ഷൻ ഉള്ളത് അപ്പുറത്തെ കടയിൽ, അപ്പോൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് സാധനം എടുക്കാൻ കേട്ടോ. ഓൻ പറഞ്ഞ പോലെ തന്നെ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളതിൽ കണ്ണ് കുത്തുന്ന ഒരു ചെരുപ്പ് ഞാനും എടുത്തേ. ഞാൻ അവിടെ നിന്നാൽ ഞാൻ ഇട്ട സാധനങ്ങളും എൻ്റെ ചെരുപ്പും ഡ്രസ്സ് ബാഗ്സ് എല്ലാം എല്ലാവരും കാണണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുത്തുന്ന കളേഴ്സായിട്ട് ഞാൻ എടുക്കുക. പിന്നെ എന്നെ നോക്കാനും എൻ്റെ വ്ളോഗിനെ നോക്കാനും എനിക്ക് പുറത്തുനിന്ന് ആൾക്കാർ ആവശ്യമില്ല കേട്ടോ. എൻ്റെ പുരക്കാരും എൻ്റെ ബ്രദേഴ്സും തന്നെ ധാരാളമാണ് ഗോയ്സ്. കണ്ട് എന്നെ നോക്കിയിട്ടതാണ് ഇപ്പോൾ. പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, എനിക്കതൊന്നും ഏൽക്കുള്ളൂ. ഞാൻ എന്താ ഒരിക്കൽ വനിതയായിട്ടാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട് കുഞ്ഞാൻ്റെ ഫ്രണ്ടിനെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കി അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ എക്സ്പാൻഷയിലേക്കാണ് പോയത്. ജെൻസ് വെയർ ആയിരുന്നു കേട്ടോ. ഞാൻ എന്താ അവിടെ പോകാൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞാൾക്ക് ഒരു ഡെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് പാട്ട് പാടിത്തരുന്നതാണെങ്കിൽ എനിക്ക് ഞാനൊരു ഫുൾ ഔട്ട്ഫിറ്റ് എടുത്തിരുന്നു. അപ്പോൾ ഇപ്പം പാട്ടിക്കായ്സ് അപ്പം എന്താണെങ്കിലും ഞാൻ എടുത്തു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇവരെന്നെ പോലെ കയറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് അറിയാം, വേഗം കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് വേഗം ഞങ്ങൾ വിട്ടു. അപ്പം ശരി എന്നാൽ.